ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ബേബി പാൻസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളിത് 5 ഇയർ ഓൾഡ് ബേബിക്ക് വേണ്ടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു യൂണിഫോം പാൻറ്റാണ്, ഡാൻസിന് വേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ക്രോച്ച് ഏരിയയുടെ ഭാഗം നമ്മൾ അഡൽറ്റിന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ബെൽറ്റ് പോർഷനൊക്കെ ചെയ്താണ് ഈ ഒരു പാൻസ് ചെയ്തെടുക്കുന്നത്. 1.5 മീറ്റർ ക്ലോത്താണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ബിസിലിസിയുടെ ക്ലോത്താണ്. അതിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ 1.5 മീറ്റർ ക്ലോത്താണ് ഒരു 5 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. അതിനെ 4ആയിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ മടക്കി ഇടുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെയാണ് ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ലെങ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ തയ്ച്ച് കിട്ടുമ്പം വേണ്ട ലെങ്ത്, ആ ലെങ്താണ് 24 ഇഞ്ച് ലെങ്താണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇലാസ്റ്റിക് മടക്കി കൊടുക്കാനായിട്ടുള്ളത് 2 ഇഞ്ച് കൊടുക്കുന്നു. അപ്പം നമ്മൾ 26 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് ഈ ബോട്ടം ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് 1-2 ഇഞ്ച് കൂടുതൽ കൊടുക്കാവേ. അത് നമ്മളിങ്ങനെ കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ട മെത്തേഡ്. എന്നിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്ന ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഇതുപോലെ നമ്മൾക്ക് വേണ്ട അത്രയും ക്ലോത്ത് എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ലെങ്ത് നമുക്ക് 24 ഇഞ്ചാണ് തയ്ച്ച് കിട്ടുമ്പോൾ വേണ്ടത്. 2 ഇഞ്ച് ബെൽറ്റിനായിട്ടും 2 ഇഞ്ച് ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മടക്കി എടുക്കാനായിട്ടുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബോട്ടം ഭാഗത്തെ വിഡ്ത്താണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊരു 4.5 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 6.5 ഇഞ്ച് കൊടുത്തേച്ചാൽ മതിയേ. 6 ഇഞ്ചോ 6.5 ഇഞ്ചോ ഒക്കെ കൊടുത്തേച്ചാൽ മതി. ഇനി നമ്മുടെ ക്ലോത്തിനെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് മാറ്റിയിടുകയാണ്. ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഓപ്പൺ സൈഡിൽ നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അത് നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതുപോലെ നമുക്ക് ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ടുള്ളത് മടക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് ഈ ഒരു ഭാഗത്ത് 2 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മളുടെ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കൊരു 9 ഇഞ്ചൊക്കെ കിട്ടിയാൽ മതി. നമ്മൾ തയ്യൽ തുമ്പും എല്ലാം കൂടെ കൂട്ടി 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്പൺ ഭാഗത്താണ്. എന്നിട്ട് ആ ക്രോച്ച് ഏരിയയിൽ നിന്ന് നമ്മളുടെ ബോട്ടം ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചുരിദാറിന് ഈ ക്ലോത്തിൻ്റെ ഫുൾ വിഡ്ത്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് നല്ല ചുരുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി ഭാഗം ഇതായിട്ട് ഇങ്ങനെയാണ് ഇപ്പം നമുക്കിങ്ങനെ കിട്ടുന്നത്. ഇനി ബോട്ടം ഭാഗം മടക്കി നമുക്ക് ആ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രോച്ച് ഏരിയയുടെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ 1.5 മീറ്റർ ക്ലോത്തിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത്. അത് ഫുള്ള് നമ്മളങ്ങ് ബാക്കി ഫുള്ളായിട്ട് ആ വിഡ്ത്ത് അങ്ങ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല ചുരുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഡാൻസിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടുവേ, ഒത്തിരി ചുരുക്കോട് കൂടി. ഇനി നമ്മൾ ആ 2 ഇഞ്ച് ഈ ടോപ്പ് ഭാഗത്ത് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 ഇഞ്ചിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക്കിനുള്ളത് മടക്കി കൊടുക്കാനായിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഇലാസ്റ്റിക്കിന് കൊടുത്ത പോയിന്റിൽ നിന്ന് നമ്മുടെ ലെങ്ത് നോക്കുമ്പോൾ നമുക്കുള്ളത് കണ്ടോ കറക്റ്റായിട്ട് കിട്ടും. ബോട്ടം ഭാഗം നമുക്ക് തിരിച്ചിങ്ങോട്ട് മടക്കാനുള്ളതും എല്ലാം കിട്ടും. നല്ല നീറ്റായിട്ട് ഈ രീതിയിലാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത്. ഈ ഒരു ക്ലോത്തിൻ്റെ ഫുൾ വിഡ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ബെൽറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇപ്പോൾ 23 ഇഞ്ചാണ് നമ്മളുടെ കുഞ്ഞിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്തെ വണ്ണം, വേസ്റ്റ് ഭാഗത്തെ വണ്ണം. അപ്പം നമുക്ക് 3 ഇഞ്ച് കുറച്ച് ഒരു 20 ഇഞ്ച് നമ്മളുടെ ഇലാസ്റ്റിക്കിന് ലെങ്ത് എടുത്തേച്ചാൽ മതിയേ. അപ്പം നമുക്ക് ഏതൊരു അളവുകാർക്കാണെങ്കിലും നമ്മളുടെ ടോട്ടൽ എത്രയാണോ വേസ്റ്റ് അളവ് പാൻസ് ഇടുന്നിടത്തെ അളവ്, ആ അളവിനെക്കാട്ടിലും 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറച്ച് ഇലാസ്റ്റിക്കിന് ലെങ്ത് എടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്ത് വേണമെങ്കിൽ ഇലാസ്റ്റിക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ രീതിയിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അല്ലാതെ നമ്മളിപ്പോൾ ഇതിന് ബെൽറ്റ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബെൽറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള രീതിയാണ് നമ്മളിപ്പം നമ്മളുടെ ക്ലോത്തിനെ ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ നമ്മളിനി കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ 5 ഇഞ്ച്
മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഇലാസ്റ്റിക് പോയിന്റിൽ നിന്നാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണേ. അത് നമ്മൾ ഇതുപോലെ വിഡ്ത്ത് അനുസരിച്ച് ഫുൾ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അഡൽട്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തൂടെ തന്നെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 പോർഷനായിട്ട് ലഭിക്കും. ഇവിടെയാണ് നമ്മളിങ്ങനെ ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ നിവർത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം എടുത്തതിന് ശേഷം നമ്മളിനി ബെൽറ്റ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമ്മളിതിപ്പം 2ആയിട്ടല്ലേ മടക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കിങ്ങനെ 2 പീസസായിട്ട് ഇതുപോലെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് വിഡ്ത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വിഡ്ത്തെന്ന് പറയുമ്പോൾ നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചുരുക്ക് വെക്കാനായതുകൊണ്ട് തന്നെ ഒരു 8 ഇഞ്ചോ 10 ഇഞ്ചോ കൂടുതലിടുക. എന്നിട്ട് അതിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വേസ്റ്റ് അളവെന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 10 ഇഞ്ച് കൂടെ കൊടുക്കുമ്പോൾ 33 ഇഞ്ച് എന്നാകും. അതിൻ്റെ നേരെ പകുതി ഒരു 16.5 ഇഞ്ച് 17 ഇഞ്ചാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഈ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ ബെൽറ്റിൻ്റെ പോർഷൻ ഇതുപോലെ കിട്ടും. നമ്മളിതുപോലെ ഇങ്ങനെയാണ് ഇനിയും വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ ഭാഗത്ത് 2 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇലാസ്റ്റിക്കിനായിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതുപോലെ മാർക്ക് കറക്റ്റായിട്ട് 2 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് 2 സൈഡും ഇതുപോലെ നല്ല വൃത്തിക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഇലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും മതിയേ. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ 5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കറക്റ്റാണോ നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം നോക്കിക്കണം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വിഡ്ത്തും കിട്ടിയിരിക്കുന്നത് കണ്ടോ. നമുക്ക് 23 ഇഞ്ച് മതി. എന്നാലും ഇലാസ്റ്റിക് ഇടാനായിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലാണ് ഇപ്പം കുറച്ച് ഇലാസ്റ്റിക്കിനായിട്ട് ചുരുങ്ങാനുള്ളത് നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. ആ രീതിയിലാണ് നമ്മളിപ്പം ബെൽറ്റിൻ്റെ പോർഷൻ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ബാക്കി ഭാഗം. ഇവിടെ വേണം നമുക്ക് ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു സൈഡിലേത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചുരുക്കിട്ട് നമുക്ക് ഈ ബെൽറ്റിൻ്റെ ഭാഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ളതും നമുക്കിതുപോലെ ചുരുക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏറെ ചുരുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഉള്ള വിഡ്ത്ത് ടോട്ടൽ അങ്ങ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് പറയാവേ. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ക്രോച്ചേറിയ തമ്മിലാണ് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം നമ്മളുടെ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കുന്നത്. ഒരു സൈഡിലെ ക്രോച്ചേറിയ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ക്രോച്ചേറിയയിലും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡ് ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ നല്ല ഭംഗിക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിനെ നമ്മൾ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനെ ഇതുപോലെ നിവർത്തി കൊടുത്ത് കറക്റ്റ് സെൻറ്ററിലേക്ക് നമ്മൾ ആ ക്രോച്ചേറിയ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിതുപോലെ കിട്ടും. 2 സൈഡ് ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മളുടെ ബെൽറ്റിൻ്റെയും ഈ നമ്മളുടെ ഈ ബോട്ടം ഭാഗത്തെയും ക്രോച്ചേറിയകൾ തമ്മിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈക്വലായിട്ട് ഒരേ വിഡ്ത്തിൽ ഒരേ രീതിയിൽ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗം ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ക്രോച്ചേറിയയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കറക്റ്റ് വിഡ്ത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കറക്റ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു സൈഡ് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത്
സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതും നമ്മളിപ്പോൾ ഇങ്ങനെ കറക്റ്റ് നല്ല വൃത്തിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഈ ക്രോച്ചേറിയയുടെ ഭാഗം നമുക്കൊരു 9 ഇഞ്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് അവിടെ കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ബോട്ടം ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അതിനായിട്ട് നമ്മളുടെ ഈ 2 പാർട്ടിലെയും ബോട്ടം ഭാഗം ഇതുപോലെ റോങ് സൈഡിലേക്കാണ് നമ്മൾ ഇതുപോലുള്ള സ്ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത്. ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാൻസിലൊക്കെ വെച്ച് കൊടുക്കുന്ന സ്ട്രിപ്പായിട്ടുള്ള ബക്രം തന്നെയാണ്. അത് ഇതുപോലെ പാൻസിലൊക്കെ വെച്ച് കൊടുക്കുന്ന നമുക്ക് ബട്ടൺ ഹൗസിലൊക്കെ അത് കിട്ടുന്നതാണ്. അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി നമ്മളിതിൻ്റെ കൂട്ടത്തിലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ. അപ്പം നമ്മളിപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു 4.5 ഇഞ്ചൊക്കെ മതിയേ വിട്ട്. പിന്നെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ കുറച്ചേറെ അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ പോയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം നല്ല ഷേപ്പാക്കിയാണ് നമുക്ക് വേണ്ട വിഡ്ത്തിൽ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ക്രോച്ച് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട ആ ഒരു സീം അലവൻസ് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. ആ ഒരു താഴ്ഭാഗത്ത് മാത്രമേ നമുക്ക് ഒരല്പം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളൂ. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ശകലം കൂടി അവിടെ നമ്മൾ കട്ട് ചെയ്ത് പോയത് കൊണ്ടാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യേണ്ട ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട കറക്റ്റ് അളവ് തന്നെയാണ് നമ്മളവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ക്രോച്ച് ഏരിയയുടെ ഭാഗത്തിലൂടെ വന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്കും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമുക്ക് വേണ്ട വിഡ്ത്തിലേക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ബാലൻസ് നമുക്ക് വന്നത് നമ്മളിതുപോലെ തയ്യൽ തുമ്പിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ട അളവ് കറക്റ്റായിട്ടാണ് നമ്മളവിടെ മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയേ, സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നവരെ. അപ്പം നമുക്കിപ്പം നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഇലാസ്റ്റിക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു 5 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയാണ് ബെൽറ്റൊക്കെ വെച്ച് സാധാരണ എങ്ങനെയാണോ നമ്മൾ അഡൽറ്റിനൊക്കെ ഒരു രീതിയിൽ നോർമലി സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഡാൻസിനുള്ളതാണ്. അപ്പോൾ ഏറെ ചുരുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതെല്ലാം കൊണ്ട് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.